ഹലോ. സജീവ്. പറഞ്ഞോളൂ. അന്യ സജീവ്. നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കുവോ? ഏതാണ് പറഞ്ഞു നോക്കുക. അത്രേ എനിക്ക് പറയാൻ പറ്റൂ. ശ്രമിക്കുക. കൊള്ളാം. അതെ 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 അതെ. നമുക്ക് കാര്യം ചെയ്യാം. പേരങ്ങ് മാറ്റാം. കൊള്ളാം. കൊള്ളാന്നോ? കൊല്ലമെന്നുള്ള കൊള്ളാം എന്നാക്കാം. അത് നടക്കുവോ? എനിക്ക് പറ്റില്ല. ഒന്ന് ശ്രമിച്ചു നോക്ക്. അല്ലെങ്കിലും എനിക്ക് ഈ പഴയ പേരിനോട് വലിയ ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ പ്രാചീന കാലം മുതലുള്ള ഒരു പേരാണ് കൊല്ലം എന്നുള്ള. അതെ, കൊയിലോൺ മാറ്റി കൊല്ലം ആക്കി. ഇടയ്ക്കൊരു കൊയിലോൺ കിടന്നിരുന്നു അല്ലെ കുറച്ചു കാലം. പിന്നെ എനിക്കൊന്ന് വീണ്ടും കൊല്ലം പഴയമ്മയെ സൂചിപ്പിക്കാൻ വേണ്ടി കൊല്ലം ആക്കി അല്ലേ. അത് നമ്മള് കേട്ട് 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 അങ്ങ് ഇഷ്ടപ്പെട്ടതാണ്. കൊള്ളാം ആക്കുമ്പോ അതും കേട്ട് ഇഷ്ടപ്പെടും. കൊള്ളാം കൊള്ളാം. അതെ. പിന്നെ എന്റെ ആവശ്യം പറയുവാണെങ്കിൽ ഈ പെട്രോൾ പമ്പില്ലേ, ഈ പെട്രോൾ പമ്പ് എവിടെ എല്ലാം ഉണ്ട് അവിടെ എല്ലാം ഒരു ചാർജിങ് സ്റ്റേഷൻ. അതെന്റെ ആവശ്യം. ഓക്കെ ഓക്കെ. ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെ, ഇനി വരും കാലത്ത് ഇലക്ട്രിക് വാഹനങ്ങൾ കൂടാൻ സാധ്യത ഉള്ളതുകൊണ്ട് ചാർജിങ് സ്റ്റേഷനുകൾ അവിടെ ആക്കുക അല്ലെ. ചാർജിങ് സ്റ്റേഷൻ. പിന്നെ അതുപോലെ പറയുന്ന കണക്ക് ഈ റോഡില് എപ്പോഴും റോഡ് പണി ഇങ്ങനെ കാലങ്ങളോളം നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ ഈ ഇത് പറയുമ്പോ വേറെ കാര്യം കൂടെ പറയട്ടെ. ഈ റോഡിന്റെ കൂടെ സൈഡിന് ഈ പറഞ്ഞക്ക് നടക്കാനുള്ള അല്ലെ, ഇപ്പൊ എനിക്കൊന്നും നടക്കാൻ ഇപ്പൊ നമ്മള് NH-ന്റെ സൈഡിലായാലും ഒരു നടന്നു പോകുന്നവർക്കും ഈ സൈക്കിൾ യാത്രക്കാർക്കും കഷ്ടകാലമാണ്. അതെ, അവർക്ക് മറ്റേ യൂറോപ്പിലൊക്കെ കാണുന്ന കണക്ക് ഈ സൈക്കിൾ പാത ഉണ്ടാവാൻ ഒരു വഴി എന്തെങ്കിലും ഉണ്ടാക്കണം, അല്ലെങ്കിൽ നടക്കാനൊക്കെ ഒരു ചെറിയ ഒരു വഴി ഇടാനായിട്ട്. എന്ന് വെച്ചാൽ പാവം സൈക്കിളുകാര്, അതെന്ന് വെച്ചാൽ സൈക്കിൾ ഞാൻ ഇത് വെച്ച് പറയുന്ന വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ലേ, സൈക്കിള് ചവിട്ടുന്നത് ഇനി കൂടണം. നമ്മുടെ ഈ പറഞ്ഞ നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഈ പ്രകൃതി സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ടും ഒക്കെ സൈക്കിൾ നല്ലതാണ്. അപ്പൊ അതിന് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സൈക്കിൾ പാത എല്ലാ റോഡിന്റെ സൈഡിലും ഉണ്ടാകാനായിട്ടുള്ള ഒരു സജ്ജീകരണം കൂടി ഉണ്ടാക്കണം. ഭാവിയിൽ അതൊക്കെ ഒന്ന് ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. തീർച്ചയായിട്ടും അത് ഞാൻ അത് പറയാനായിട്ട് വന്നേ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാനിപ്പം ഇങ്ങനെ മോനെയാണെങ്കിൽ കൊല്ലത്ത് ആശ്രാമ റോഡ്, അതാണ് ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് കിടക്കുന്ന ഒരു റോഡാണ്. ഈ ആശ്രാമ ആ റോഡുണ്ടല്ലോ, ഭയങ്കര കുഴിയും ഭയങ്കര റിസ്ക്കാണ് അവിടെ. രാത്രിയാണെങ്കിൽ ഭയങ്കര പാടാണ്, രാത്രിയൊക്കെ തിരിച്ചിങ്ങോട്ട് വരുന്നത്. അപ്പൊ അവിടെ ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഇപ്പം മോനെ കൊണ്ടുവരാനൊക്കെ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് ഞാനിപ്പോ ചെയ്തേക്കെന്ന് പറഞ്ഞാൽ അവരൊരു ഗിയർ സൈക്കിൾ വാങ്ങിക്കൊടുത്തു. അപ്പൊ ഇപ്പം വീണ്ടും ടെൻഷനാണ്. എന്ന് വെച്ചാൽ ഈ സൈക്കിള് പോകാൻ ഇപ്പൊ സാറ് പറഞ്ഞ കണക്ക് അത് അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ ഇത്രയും ചീറിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങളിടയിൽ ഈ കുഞ്ഞുങ്ങളായാലും വലിയവരായാലും അല്ല, ഈ പ്രശ്നം എന്ന് വെച്ചാൽ ഞാൻ പലരും പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്, പ്രായം ചെന്നവരൊക്കെ പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഈ പറഞ്ഞ കണക്ക് ഈ ഫ്രീക്ക് പയ്യന്മാര് അടിച്ച് മിന്നി ബൈക്ക് വന്നിട്ട് ഈ സൈക്കിൾ യാത്രക്കാരെ തട്ടിയിട്ട് സൈഡിൽ തട്ടിയിട്ടുകൊണ്ട് പോകുന്നു. ഇതുകൊണ്ട് സൈക്കിൾ എടുക്കാൻ പേടിക്കുന്നു. പലർക്കും സൈക്കിൾ റോഡിലോട്ട് കൊണ്ടുപോകാൻ ഒരു ഭയം, ഉത്കണ്ഠയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സൈക്കിൾ പാത എന്തായാലും വേണം ഈ സൈഡിൽ. എന്ന് വെച്ചാൽ കുറെ പേര് സൈക്കിൾ ചവിട്ടട്ടെ, അതിനെന്താണ്, നല്ലതല്ലേ? തീർച്ചയായിട്ടും അതൊരു നല്ലൊരു സജഷനാണ് കാര്യം. അത് ഞാനിപ്പം ആകെ ഒരു ടെൻഷനിലാണ്. മോനെ എങ്ങനെ കൊല്ലത്ത് വരെ വിടുമ്പോ ഇങ്ങനെ ഈ ചീറിപ്പാഞ്ഞു പോയി ബൈക്കുകാർക്കും. ബൈക്ക് മാത്രമല്ല, ഈ പറഞ്ഞ കാറായാലും ഒക്കെ ചിലരൊക്കെ റെക്ലെസ് ഡ്രൈവിംഗ് എന്ന് പറയും അതിന്. റെക്ലെസ് ഡ്രൈവിംഗ് കാരണം ഈ പറഞ്ഞക്ക് പലരെയൊക്കെ തട്ടിയിടാൻ സാധ്യതയുണ്ട്. ഒരു കൺസെഷനും ഇല്ല. അപ്പോ നമ്മള് തന്നെ വണ്ടി പോകുമ്പോ അറിയാവല്ലോ, ഒന്ന് ബ്രേക്ക് ചെയ്ത് തരികയോ ഒന്ന് അങ്ങ് എല്ലാവർക്കും ഒന്ന് സ്പീഡിൽ അങ്ങ് പോകണം, അത്രയേ ചിന്തയേ ഉള്ളൂ. അവരോർക്ക് അവരെ സൂക്ഷിച്ച് അതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു വരുമ്പോ ഇതൊരു വലിയൊരു നടപ്പിലാക്കിയാക്കാൻ പറ്റിയ ഒരു വലിയൊരു കാര്യമായിരിക്കും ഈ സൈക്കിൾ യാത്രക്കാർക്ക് വേണ്ടിയുള്ള. ഇതൊക്കെയുണ്ട് എനിക്ക് പറയാൻ. താങ്ക് യു. ഓക്കെ, എനിക്കിത് സമയവും ഇല്ല.